നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, വലിയൊരു മുദ്രാവാക്യമാണ് നമ്മളൊക്കെ ഒരുപാട് നാളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ളത്. ഇത് മറ്റാരുടേതും അല്ല. നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അവരുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. എല്ലാവരെയും തുല്യതയോടെ കാണണം. സഹിഷ്ണുതയുടെ അത്യന്തികമായിട്ടുള്ള പരമ്യത്തിലുള്ള സംഘടനയാണ് SFI എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം അവരുടെ യുവജന സംഘടനയാണെങ്കിലും DYFI ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഉയർത്തിക്കാട്ടുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ് ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഇതിനെയൊക്കെ ഉയർത്തിക്കാട്ടുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു നേരിട്ടുള്ള ഒരു സ്വഭാവം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അത് കണ്ടിട്ട് നമുക്ക് ഓടി വരണേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, കാണാം. വീടിനടിച്ച് നാട് കടത്തി എനിക്ക് ധൈര്യം ഉണ്ടേനാ. എന്തിനാലും എനിക്ക് അവാർഡ് കിട്ടിയേ, അതാ എനിക്ക് അവാർഡ് കിട്ടിയേ. അതെ കുളിസിന് നോക്കാൻ വേണ്ടി പോയിട്ട് ഒന്നും കേൾക്കണ്ട എന്റെ മോൻ കേട്ടാ. ഇങ്ങോട്ട് വാ, ആണെങ്കിൽ ഇങ്ങോട്ട് വാ. എന്നറിയാം നീ വെറുതെ കണ്ടല്ലോ കിണികിണെ നാക്കിരുന്നെങ്കിലേ കൊള്ളും എന്നെ കൊള്ളിരിക്കും. നീ അങ്ങ് നീ മേടിച്ചു നമ്മൾ വിചാരിച്ചില്ലല്ലോ. നീ ആളും മേടിക്കാനാ, നീ ഉണ്ടായ പോലെ ഇല്ലാണ്ടാവും, അത്ര തന്നെ. നാട്ടിൽ പോയി അന്റെ വീട്ടിൽ വന്ന് ആരോ അല്ലോളെ, ഒരാളോ ഏതൊറ്റാണോ അല്ലോളെ. കത്തി എന്റെ വീട്ടിലോ കത്തിയല്ല, അതിലും എന്തെടുക്കും. നീ കത്തി എനിക്ക് സംശയമുണ്ട്. നീ ആരാടാ? കക്കൂന്ന് കൊടുത്തിട്ട് ജയിലിൽ പോകണല്ലോ. ഒരു ഭാഷ നീ എന്ന് നാട്ടില് പെണ്ണുങ്ങളെ ഞാനല്ലടാ ഇന്റെ പാർട്ടിക്കാരൻ. ഇന്റെ പാർട്ടിക്കാരൻ ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നല്ലോ. ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നല്ലോ. നീ ചോദിക്കാൻ വേണ്ടി പോന്നെ ഞാൻ ചോദിക്കോട്ടെ, ഇനി ചോദിക്കും. ചോദിക്കോട്ടെ, നാളെ ചോദിക്കും ഞാൻ. എന്താ പിന്നെ ഈ വന്നതിന്റെ താരം, ഈ വന്നതിന്റെ താരാണ് നല്ലത്. നീ വന്നതിനത് എനിക്ക് പറ്റില്ലടാ. എനിക്ക് വൈജ ഇന്ന് അത്ര പറ്റി വിളിക്കും. വൈജ ഇത് അറ്റല്ലേ, മറ്റേ വരെ തൂങ്ങാൻ പോയല്ല. നീ ആ നാട്ടുകാർ വൈക്കിട്ടിട്ട് തൂങ്ങാൻ പോയതാണ്. നീ നാട്ടുകാർ വൈക്കിട്ടിട്ട് തൂങ്ങാൻ പോയ നീ തോന്നിയത് ഈ വന്നതിന്റെ താരാണ് നല്ലയുള്ള. ഏതെങ്കിലും ഒരാൾ നല്ല പറ, ആരെങ്കിലും ഒരാൾ നല്ല പറയടാ. ആരാ ഉള്ളതല്ലേ? എല്ലാ നായകളും പെണ്ണുപിടിയാൻ മാറില്ലേ? പെണ്ണുപിടിക്കാത്ത ഈ നായിന്റെ വക്ക ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ. മറ്റേ വിനോദ ഓരെന്ത് ചോദിച്ചൂടല്ലേ? നിങ്ങൾക്ക് വിഷമോ? നമ്മളെ പെണ്ണാക്കിട്ട് ഇതാ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഇതുണ്ട്. ഞാൻ പിന്നെ പോട്ട് നിങ്ങൾക്ക് വിഷമല്ലേ? നാളെ കേസ് കൊടുക്കാം നമുക്ക്. അതിന്റെ പേര് രണ്ടാഴ്ച അപ്പുറം ഒരുപാട് ഈ മുക്കുന്ന് ഞാൻ എന്റെ ഇവരോട് വരെ സംഭവം പറഞ്ഞിട്ടില്ല. അയാളെ വിളിക്കും. പോലീസ് പറ്റേ പോലീസ് വന്ന് നമ്മൾക്ക് തന്നെ കൊടുക്കും. വിനോദിന്റെ പേരിൽ ആർക്കാണോ വിനോദത്തെ? ഏതാ ഈ വന്ന കൂട്ടർ? ആരാണോ നല്ലുള്ള? ഏത് മയറ് നല്ലുള്ള? PK പൂങ്കാൽ തുനിയ പോലീസ് വിളിക്കുവാ. ആരാ ഉള്ള? മഹേഷ ഈ വരുന്നതിനെക്കാട്ട മുമ്പേ പെണ്ണ് കേസിൽ പൂങ്കാൽ തുണി അടിച്ചോടാ. PK അല്ല, എനിക്ക് എന്ത് കുഞ്ഞാണ് അറിയാവാ. എന്റെ ഈടെ വെച്ച് അന്നോട് ചോദിക്കാൻ മതി. എനിക്ക് അടിച്ച് പല്ലൂപ്പിച്ചാ നേരത്തെ എനിക്ക് ആശുപത്രി നിന്റെ പല്ല് തുപ്പിച്ച് നിനക്ക് നല്ലോണം അറിയാം.
അന്റെ വല്ലെന്ന് അന്റെ വല്ലെന്ന് അന്റെ വല്ലെന്ന് അന്റെ വല്ലെന്ന് ഞാൻ റീജ എന്നോട് വർത്താൻ പറ്റില്ല. റീജ എന്നോട് ഞാൻ വർത്താൻ പറ്റില്ല കേട്ടാ. കേട്ടില്ല, ഞാൻ ഓനോടായിട്ട് വർത്താൻ പറയാം. ഞാൻ എന്നോടൊന്നും പറഞ്ഞ എന്നാ പറഞ്ഞേ? എന്തെന്ന് പറയാൻ നിന്നായിരുന്നു? ഓനെന്താ ചെയ്ത എനിക്കറിയാമോ? ഓനെന്താ ചെയ്ത എനിക്കറിയാമോ? ഓനെന്താ സജീവാണ് ഇപ്പൊ ചീത്ത പറഞ്ഞത്? ഓനെന്താ പി സജീവാണ് ചീത്ത പറഞ്ഞത്? നീ ചെറുത്തക്കാണ്ടിന് പി സജീവാണ് ചീത്ത പറഞ്ഞോ ഇല്ലയോ? നീ സജീവാണ് ചീത്ത പറഞ്ഞോ ഇല്ലയോ? ഒന്നും പറഞ്ഞോ ചോദിക്കരുത്. മോട്ടാണ് കേട്ടാ. ഈനൊന്നും നിങ്ങളോട് നാട്ടിൽ നടക്കുന്ന സംഭവം അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങളോട് ഇന്നോടല്ലേ പറഞ്ഞു. നിങ്ങളോട് ഞാൻ കാണിച്ചു ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാനൊന്നും പറ്റില്ല. നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന സംഭവം അറിഞ്ഞില്ലേന്ന് ചോദിച്ചില്ല. അങ്ങനെ മാത്രമല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിങ്ങൾ അറിയാണ്ടില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടായി സംഭവം നടന്നില്ലെന്ന് പറഞ്ഞു. അല്ല നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങളെ സജീവ മറ്റേ വിനോദനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ കാണിച്ചു തരാനുള്ളത്. അല്ലാണ്ട് സജീവാനോട് ഞാൻ കാണിച്ചു തരാമെന്നില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞു. വിനോദന്റെ കാര്യം ഞാൻ വിനോദന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യും. പ്രിയന്റെ കാര്യം നമ്മളേറ്റെടുക്കും. എന്തിനു മുത്തേ എന്തിനു മുത്തേ എന്തിനു നമുക്ക് ആലോചിക്കാം. എന്നാലോചിക്കണ്ടേ? പിന്നെ സജീവാനോട് ഇത്ര കാര്യം പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കാണിച്ചു തരാന്ന് ഞാൻ മാറ്റൊന്നുമില്ല. കാരണം സജീവാണ് ഞാനായിട്ട് യാതൊരു രക്ഷയില്ല. അത് ഓറ് കൂട്ടി പറയാം. നാട്ടിലാർക്കുന്ന സംഭവങ്ങൾ അറിയില്ലേ ചോദിക്കും. അത് ചോദിക്കുന്ന തെറ്റുന്ന നാട്ടിൽ നടത്തുന്ന സംഭവങ്ങൾ നിങ്ങൾ തന്നെ മൂടി വെക്കുന്നത് നിങ്ങൾ തന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ സഖാക്കന്മാരുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം? ഇത് യു പിയിലും ഗുജറാത്തിലും ഒന്നുമല്ല. ഗുജറാത്തിലേക്കും യു പിയിലേക്കൊക്കെ മോങ്ങിക്കറിയുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളും. മുസ്ലിം മദ്രസ പൊട്ടന്മാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതല്ലാതെ വേറെ ജോലിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് CPM-ന്റെ രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കുന്നത് മറ്റെവിടെയല്ല, കണ്ണൂര് പെരളശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ പഞ്ചായത്ത് 13-ാം വാർഡിൽ ചിരത്തും കണ്ടിയിൽ മത്സരിച്ച 2ാം സ്ഥാനത്തെത്തിയ BJP-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവിടെ അടപടലം മൂഞ്ചിച്ച എന്ന ഭാഷ തന്നെ ഉപയോഗിക്കണം. ആ ഒരു തന്റേടിയായിട്ടുള്ള റീജ എന്ന് പറയുന്ന BJP-യുടെ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നരഭോജി ഗുണ്ടകൾ ഒരു കുഞ്ഞു മോനെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളത് കണ്ടില്ലേ? ഇന്നിപ്പോൾ റീജയും അവരുടെ ഭർത്താവും ഒക്കെ അഡ്മിറ്റഡ് ആണ്. എന്തിനെന്നറിയാമോ? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം അത് കണ്ണൂരിൽ പെരളശ്ശേരിയിൽ നടപ്പിലാക്കിയതിനാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മത്സരിച്ചു എന്നുള്ള ആ ഒരു ജനാധിപത്യം, സ്വാതന്ത്ര്യം, സോഷ്യലിസം അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സഖാക്കന്മാരുടെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. നോക്കൂ, നമ്മൾ കണ്ടിട്ടുണ്ട് ത്രിപുരയിലും ബംഗാളിലും ഒക്കെയുള്ള സഖാക്കന്മാർ, അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയാലും വേണ്ടില്ല, ഇനി സംസ്ഥാന സെക്രട്ടറി ആയാലും വേണ്ടില്ല, ഇവരൊക്കെ കേരളത്തിൽ വന്നുകൊണ്ട് പൊറാട്ട അടിക്കാൻ വേണ്ടി എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതിന്റെ ദൃഷ്ടാന്തമായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരുടെ തട്ടകത്തിൽ തന്നെ തോൽപ്പിച്ച് BJP-യുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് തിരുവനന്തപുരം പോലെയുള്ള വലിയൊരു മഹാനഗരം പോലും BJP-ക്ക് സമ്മാനിച്ച ജനങ്ങളുടെ ആ ശക്തിയെ ഇപ്പോഴും ഈ തെമ്മാടിക്കൂട്ടങ്ങൾ, ഈ നരഭോജി കൂട്ടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ഈ ചൂണ്ടുവിരൽ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുക എന്ന ചുട്ട മറുപടി കിട്ടിയിട്ടും പഠിക്കാത്ത ഈ തെമ്മാടിക്കൂട്ടങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് ത്രിപുരയിൽ നിന്നും ബംഗാളിൽ നിന്നും ഇവിടെ പൊറാട്ട അടിക്കാൻ എത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിമാരുടെയും ഏരിയകളുടെയും എല്ലാവരുടെയൊക്കെ ആ ഭാരവാഹികളുടെ പൊറാട്ടയടി ഉണ്ടല്ലോ, ആ പൊറാട്ടയടി ഇനി ത്രിപുരയിലും ബംഗാളിലും കേരള സെക്രട്ടറിമാരും ഏരിയ ചങ്ങാതിമാരും ഒക്കെ അവിടെ പോയി പൊറാട്ട അടിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാം. ഇവരുടെ ശവക്കുഴി മാന്തുന്നത്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ, ഇവിടെ BJP-ക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരത്തിന്റെ ദൃശ്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.